ഫെങ്ഷൂയി ടിപ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും നല്ല നല്ല ചെടികളൊക്കെ മേടിച്ചുകൊണ്ട് വെക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹം കാണും. നമ്മളങ്ങനെ മേടിച്ചുകൊണ്ട് വെക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ വീട്ടിനുള്ളിൽ ഫെങ്ഷൂയി പ്രകാരം നമ്മുടെ വീട്ടിനുള്ളിൽ വെക്കാൻ പറ്റുന്ന ഒരു 4-5 ഒരുപാട് ചെടികളുണ്ട്. അതിൽ 4-5 ചെടികളെക്കുറിച്ചാണ് ഞാൻ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് റബ്ബർ പ്ലാന്റ് വെക്കാം. നമ്മുടെ ഹാളിലോ സ്വിച്ച് ഔട്ടിലൊക്കെ ആയിട്ട് നമുക്ക് റബ്ബർ പ്ലാന്റ് വെക്കാം. നമുക്കൊരു അബണ്ടൻസും പ്രോസ്പെരിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ റബ്ബർ പ്ലാന്റ് നല്ലതാണ്, അത് വെക്കാൻ വേണ്ടി നമുക്ക്. പിന്നെ മണി ട്രീ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അത് നമുക്ക് വെക്കാം. മണി ട്രീ എന്ന് പറയുമ്പോൾ മണി പ്ലാന്റ് അല്ല, മണി ട്രീ എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, അത് നമുക്ക് വെക്കാൻ പറ്റും. അതും നമുക്കിതുപോലെ നമ്മുടെ അബണ്ടൻസും പ്രോസ്പെരിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ നമുക്ക് ചൈനീസ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ട്രീ വെക്കാൻ പറ്റും, ഒരു പ്ലാന്റ് നമുക്ക് വെക്കാൻ പറ്റും. അതും നഴ്സറികളിലൊക്കെ കിട്ടുന്നതാണ് ചൈനീസ് മണി പ്ലാന്റ്. പിന്നെ നമുക്ക് 4ാമതായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ജെയ്ഡ് പ്ലാന്റ്. ലോകമെമ്പാടുള്ള സമ്പന്നന്മാരുടെ വീട്ടിലും ബിസിനസ്സുകാരുടെ വീട്ടിലും ഒക്കെ കാണുന്നൊരു ചെടിയാണ് ഈ ജെയ്ഡ് പ്ലാന്റ് എന്ന് ഉള്ളത്. അത് നമുക്ക് ശരിക്കും നമുക്കത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അബണ്ടൻസും പ്രോസ്പെരിറ്റിയും ഒക്കെ ഉണ്ടാകും. അത് ജെയ്ഡ് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതേ സിമിലാരിറ്റി ഉള്ള വേറെ ചെടികളും ഉണ്ട്. എലഫൻറ്റ് ബുഷ് എന്നൊക്കെ പറയുന്ന ചെടിയുണ്ട്, അതൊന്നും മേടിച്ച് വെക്കരുത്. അതൊന്നും മേടിച്ചാൽ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല. അപ്പോൾ ഈ ജെയ്ഡ് പ്ലാന്റ് തന്നെ നോക്കി മേടിക്കണം. പിന്നെ നമുക്ക് 5ാമതായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ആഫ്രിക്കൻ വയലറ്റ്. ആ വയലറ്റ് ഒരു ലാവൻഡർ കളർ, വയലറ്റ് കളറൊക്കെയുള്ള പിന്നെ ആഫ്രിക്കൻ വയലറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു കളറിൽപ്പെട്ട ആ ഒരു ചെടി നമുക്ക് ഉള്ളിൽ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് അബണ്ടൻസ് ഒക്കെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അതിന് നല്ല പൂക്കളും ഉണ്ട്, അത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയും ചെടികളാണ് നമ്മൾ പുതിയൊരു വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഫെങ്ഷൂയി പ്രകാരം വെക്കാൻ പറ്റാത്ത ചെടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.